കള്ളൻ വിജയൻ എന്ന പേരിൽ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രചരിപ്പിച്ച ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ആദ്യമായി വിശദമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. KR അജയനെതിരെ നടപടിയെടുത്തുവെന്ന വാർത്ത മുതൽ ലേഖനം പിൻവലിച്ചതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വരെ പല വിഷയങ്ങളിലും സ്വരാജ് നിലപാട് വ്യക്തമാക്കി. ദേശാഭിമാനി പത്രത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ എഴുതൂ എന്ന് പ്രോത്സാഹിപ്പിച്ചത് വാരാന്ത്യത്തിന് ചുമതലയുണ്ടായിരുന്ന KR അജയനാണെന്നാണ് വിശദീകരണം. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രചരിച്ച വാർത്തയെയാണ് എം സ്വരാജ് തള്ളിക്കളഞ്ഞത്. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനി സീനിയർ മാധ്യമപ്രവർത്തകൻ KR അജയനെതിരെ നടപടി സ്വീകരിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ സ്വരാജ് പറയുന്നത് അത്തരത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ്. KR അജയനെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അത്തരം കാര്യങ്ങൾ പറയേണ്ടത് ദേശാഭിമാനിയോ അജയനോ തന്നെയാണ് എന്നാണ് സ്വരാജ് പ്രതികരിച്ചത്. ഇതോടൊപ്പം മറ്റൊരു ചോദ്യവും സ്വരാജ് ഉയർത്തി. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ദൈനംദിന ഭരണപരമായ കാര്യങ്ങൾ മറ്റൊരു മാധ്യമം അന്വേഷിക്കേണ്ട കാര്യം എന്താണ് എന്ന്. ഓരോ സ്ഥാപനത്തിനും സ്വന്തം പ്രവർത്തന സ്വാതന്ത്ര്യവും ആഭ്യന്തര നടപടിക്രമങ്ങളും ഉണ്ടെന്നും സ്വരാജ് പറഞ്ഞു. ലേഖനം എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിനും സ്വരാജ് മറുപടി നൽകി. VS അച്യുതാനന്ദന്റെ ചരമദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന വാരാന്ത്യ പതിപ്പിൽ പ്രധാന പരിഗണന മുഴുവനും VSന്റെ അനുസ്മരണത്തിനായിരിക്കണമെന്ന് സ്വരാജ് വിശദീകരിച്ചു. എഡിറ്റോറിയൽ യോഗത്തിൽ തന്നെ ആദ്യം പേജും അവസാന പേജും ഉൾപ്പെടെ പ്രധാന ശ്രദ്ധ VS അനുസ്മരണത്തിനായിരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നാണ് സ്വരാജ് പറയുന്നത്. അതോടൊപ്പം വാരാന്ത്യ പതിപ്പിൽ ഒരു ദിവസം വൈകിയാണ് പുറത്തിറങ്ങിയതെന്നും അതിന് കാരണം സാങ്കേതിക തടസ്സങ്ങളാണെന്നുമാണ് സ്വരാജ് പറയുന്നത്. അതിനാൽ പുറത്തു വന്ന പല അഭ്യൂഹങ്ങളും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നില്ലെന്ന സൂചനയാണ് സ്വരാജിന്റെ വിശദീകരണത്തിൽ കാണുന്നത്. തുടർന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എം സ്വരാജ് വിശദമായി സംസാരിച്ചു. ഒരു ചാനൽ കുംഭമേളയെക്കുറിച്ച് പരിപാടി സംപ്രേഷണം ചെയ്തപ്പോൾ ആ ചാനലിന്റെ ഉടമ തന്നെ ഇടപെട്ട് ബന്ധപ്പെട്ടവരെ വിളിച്ച് വിരട്ടിയ സംഭവത്തെ ഉദാഹരണമായി സ്വരാജ് ചൂണ്ടിക്കാട്ടി. അന്ന് ആ വിഷയത്തിൽ മാധ്യമ സ്ഥാപനത്തിന്റെ ആഭ്യന്തര നയമായിട്ടാണ് തങ്ങൾ കണ്ടതെന്നും ഉടൻ പ്രതികരിക്കാൻ പോയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് ആ ചാനൽ ഉടമ തന്നെ ആ സംഭവം പൊതുവിൽ വെളിപ്പെടുത്തിയപ്പോഴാണ് അത് വലിയ വിവാദമായതെന്നും സ്വരാജ് ഓർമ്മിപ്പിച്ചു. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഡെസ്കിൽ നടക്കുന്ന ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം പൊതു വിവാദമാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും സ്വരാജ് ഉയർത്തി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ സ്ഥാപനത്തിന്റെയും ആഭ്യന്തര തീരുമാനങ്ങളാണെന്ന് എം സ്വരാജിന്റെ നിലപാടുണ്ട്. വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായ ലേഖനത്തെക്കുറിച്ചും വ്യക്തമായ വിശദീകരണം നൽകി. ഒരു ലേഖനം പ്രസിദ്ധീകരിക്കണമോ വേണ്ടയോ എന്ന് പൂർണ്ണമായും ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ അവകാശമാണെന്നാണ് സ്വരാജിന്റെ വാദം. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ലെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചുവെന്നും എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പലവിധ വാർത്തകളും മാറി മാറി വന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും സ്വരാജ് പറഞ്ഞു. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലേക്ക് നൂറുകണക്കിന് ലേഖനങ്ങളും സൃഷ്ടികളും എത്താറുണ്ടെന്നും അവയിൽ ചിലത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചിലത് പിന്നീട് പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്യുന്നത് സാധാരണ എഡിറ്റോറിയൽ നടപടിക്രമമാണെന്നും അത്തരം എല്ലാ തീരുമാനങ്ങളും മറ്റ് മാധ്യമങ്ങളോട് വിശദീകരണം നൽകേണ്ട ബാധ്യത ദേശാഭിമാനിക്കില്ലെന്നുമാണ് സ്വരാജ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ എം സ്വരാജിന്റെ പ്രതികരണത്തിൽ 4 പ്രധാന കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്, KR അജയനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന്. രണ്ടാമത്, VS അച്യുതാനന്ദന്റെ അനുസ്മരണത്തിന് പ്രാധാന്യം നൽകാനാണ് എഡിറ്റോറിയൽ തീരുമാനം ഉണ്ടായത് എന്ന്. മൂന്നാമത്, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ആഭ്യന്തര എഡിറ്റോറിയൽ തീരുമാനങ്ങൾ പുറത്തുള്ളവർക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയില്ല എന്ന്. നാലാമതായി, ഒരു ലേഖനം പ്രസിദ്ധീകരിക്കണമോ മാറ്റിവെക്കണമോ എന്നത് പത്രത്തിന്റെ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നുമാണ്. അതേസമയം ഈ വിവാദത്തെക്കുറിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആരോപണങ്ങളും വിശദീകരണങ്ങളും ഇപ്പോഴും ഉയരുന്നുണ്ട്. അതിനാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിലെല്ലാം വരാനും ഇടയുണ്ട്.